ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഡ്രാമ കാർണിവലിൽ മൈ ഫോർ അവർ സൺഷൈൻ എന്ന തായ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ മിങ്ങാണെങ്കിലോ കിട്ടിയ അവസരം പാഴാക്കാണ്ട് ഹുവാനെ കൊണ്ട് ഒരുപാട് പണി എടുപ്പിച്ചുകൊണ്ടിരിക്കും. ആ പില്ലോ എടുത്ത് എന്റെ മുതുകത്തേക്ക് വെച്ച്, അല്ലെങ്കിൽ വേണ്ട കാലിന്റെ അടിയിലേക്ക് വെക്കെന്നും പറഞ്ഞിട്ട് ഒരുപാട് പണികൾ ഇങ്ങനെ എടുപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ഹുവാന, ദേ നിങ്ങളുടെ സർജറി നടക്കുന്ന ടൈമിന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരുപാട് കോളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ് ആയിരിക്കും, എന്തെങ്കിലും അറിയാനായിട്ട് വിളിച്ചതായിരിക്കും. എന്തായാലും ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കുന്ന പറയും. എനിക്കോ റിലേറ്റീവോ? എനിക്കാരുമില്ല. ഗ്രാൻഡ്മ എന്റെ ഗ്രാൻഡ് പേനെ ഉപേക്ഷിച്ചു പോയി. എന്റെ മോമാണെങ്കിലോ എന്റെ ഡാഡിനെ ഉപേക്ഷിച്ചു പോയി. പുള്ളിക്കാരൻ ഇപ്പോ ജയിലിലാണ്. എന്തായാലും പുള്ളി അവിടെ നിന്ന് എന്നെ വിളിക്കില്ല. പിന്നെ എന്റെ മോമ് എന്റെ ഡാഡിനെ ഉപേക്ഷിച്ച് പോയപ്പോ തന്നെ വേറൊരു മാരേജ് ചെയ്തു പോയി. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരിക്ക് എന്തോ ആക്സിഡന്റ് ആയി എന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഒരു റിലേറ്റീവും വിളിക്കില്ല എന്നറിയും. ഇത് കേൾക്കുമ്പോ ഹുവാനൊക്കെ ഒന്ന് ഷോക്കാകും. ഈ സ്റ്റോറി ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. എന്തായാലും പുള്ളിക്കാരനെ ട്രാജഡി ആണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ തന്നെ മിങ്ങാണെങ്കിലോ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് തുടങ്ങും. ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടറും കൂടി എനിക്ക് എടുത്ത് തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ദുഷ്ടൻ, ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല എന്നും പറഞ്ഞ് വെറുതെടുത്തുകൊണ്ട് തന്നെ ഹുവാന ഹോട്ട് വാട്ടർ എടുക്കാനായിട്ട് പോകും. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ മിങ് ഓക്കെ ആകും. ഇപ്പൊ ഹോട്ടലിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. ഹുവാന ഒരു ഐഡിയ കൊടുത്തിട്ടില്ലേ, എല്ലാ റൂമിലേക്കും മെഡിക്കൽ കിറ്റ് വെക്കണമെന്ന്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ കാറിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോ നേരത്തെ മിങ് ഒരു പയ്യനെ കരയിപ്പിച്ച് വിട്ടില്ലേ, അത് ഈ ഹോട്ടലിലെ മാനേജറിന്റെ മോനാണ്. പുള്ളിക്കാരൻ ഒരു ഗിഫ്റ്റുമായിട്ട് മിങ്ങിന്റെ അടുത്തേക്ക് വരും. അത് കാണുമ്പോ തന്നെ മിങ്ങും ആ ഗിഫ്റ്റ് വാങ്ങി അവന്റെ ചെവിട്ടില് എന്തോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇത് കാണുമ്പോ ഹുവാനക്ക് പേടിയാകും. പിന്നെയും ആ പയ്യനെ കരയിപ്പിക്കാനായിട്ടുള്ള പ്ലാനാണെന്നും പറഞ്ഞ് ഓടി വന്നിട്ട് അവരെ രണ്ടുപേരെയും പിരിച്ചുവിടും. മോനെ, ഇനി ആ അങ്കിൾ പറയുന്നതൊന്നും മോ കേൾക്കണ്ടെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ലാണ്ട് പവർ റേഞ്ചേഴ്സ് ഒന്നുമില്ല, സ്പൈഡർമാനും സൂപ്പർമാനും ഉണ്ടെന്നാണ് എന്റെ അടുത്ത് അങ്കിൾ പറഞ്ഞെന്ന് പറയും. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പെട്ടെന്നാണല്ലോ ഒരു മാറ്റമെന്നും പറഞ്ഞ് പുള്ളിക്കാരിയും ഷോക്കായിട്ട് കാറിലേക്ക് കയറിയിരിക്കും. ഇവിടെയുള്ള ജോലിക്കാരെ ഒന്നും പിരിച്ചു വിടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇവിടെയുള്ള വർക്കേഴ്സിന് വർക്ക് അറിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് പഠിച്ചെടുക്കാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് തിരിച്ചെടുക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയും. തന്റെ സംസാരം കേട്ടാൽ താൻ ഭയങ്കര ഹാർഷാണെന്ന് തോന്നും, പക്ഷെ പ്രവൃത്തിയിൽ താങ്കൾ സോഫ്റ്റ് ആന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഗ്രാൻഡ്മ ഒന്ന് ചിരിക്കും. മതി മതി, ഇനി ഇവിടുന്ന് കാറും എടുത്ത് വിട്ടോ എന്ന് പറയും. അങ്ങനെ 3 പേരും കൂടി കാറും എടുത്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മുടെ ഹുവാന വർക്കിനായിട്ട് കയറും. ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് ലിയാങ്ങിന്റെ ഫാദറിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പെണ്ണില്ലേ, ആ പെണ്ണും താമസിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഹുവാനെ കാണും. അയ്യോ ഹുവാന, നീ എന്താ ഇവിടെ? നിന്നെ ഡീപ്രൊമോട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചോ? എന്തായാലും അതൊക്കെ വിട്. ഫ്രീ ആവുമ്പോ നീ റൂമിലേക്ക് വാ, നമുക്ക് സംസാരിച്ചിരിക്കാന്ന് പറയും. മാഡത്തിന് എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്നും പറഞ്ഞ് ഹുവാനയും അവിടെ നിന്ന് അങ്ങോട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോകും. ഇത് കാണുമ്പോ പുള്ളിക്കാരി എന്തോ മൈൻഡിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഹുവാനയും ഹുവാനയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയും കൂടി സംസാരിച്ച് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ഹുവാനക്കും 6th ഫ്ലോറിലേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടും. അങ്ങനെ ഹുവാന അവിടെ നിന്ന് നടക്കുമ്പോൾ അതേ ടൈം ലിയാങ്ങിന്റെ ഫാദറിന്റെ സെക്രട്ടറിയും ലിയാങ്ങിന്റെ ഫാദറിനെ എന്തൊക്കെയോ ട്രിക്ക് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുള്ളിക്കാരി പിടിച്ചു നിർത്തും. ബേബി, എന്തായാലും പോവല്ലേ, നിങ്ങൾ പോകുമ്പോ എനിക്കൊരു കിസ് തരണോന്ന് പറയും. ഇല്ല ഇല്ല, പുറത്തു വെച്ചൊന്നും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് നിനക്ക് അറിയില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ എനിക്ക് കിസ് തന്നില്ലേലും വേണ്ടില്ല, ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരുമെന്നും പറഞ്ഞ് അപ്പൊ തന്നെ പുള്ളിക്കാരനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. ഇവര് ഉമ്മ കൊടുക്കുന്ന കറക്റ്റ് ടൈമിനായിരിക്കും ഹുവാനയും അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ തന്നെ ഹുവാനക്ക് വീണ്ടും ഒരു ഇൻസ്ട്രക്ഷൻ വരും. അങ്ങനെ ഇത് വലിയ മൈൻഡ് ഒന്നും കൊടുക്കാണ്ട് പുള്ളിക്കാരെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകും. ഹുവാന ഇത്തിരി ടെൻഷനായിട്ടാണ് ലിഫ്റ്റിലേക്ക് കയറുന്നത്. ലിഫ്റ്റിലാണെങ്കിലും മിങ്ങുണ്ടാകും. ഇവളുടെ ടെൻഷനൊക്കെ കാണുമ്പോൾ നിനക്ക് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല, അല്ല നിങ്ങൾ വെള്ളം കുടിച്ചോന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷയം പുള്ളിക്കാരി പയ്യെ സ്കിപ്പ് ചെയ്ത് വിടും. അതേ ടൈം ലിയാങ്ങിന്റെ ഫാദറും സെക്രട്ടറിയും കൂടി പാർക്കിങ്ങിലേക്ക് വരും. ഹുവാനയുടെ വർക്ക് ചെയ്യുന്ന കാര്യം നീ അറിഞ്ഞിട്ട് മനഃപൂർവ്വമല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതും അവള് കാണുകെ നീ എന്നെ ഹഗ് ചെയ്തതും എനിക്കതെല്ലാം മനസ്സിലായി എന്ന് പറയും. അയ്യോ ബേബി, എനിക്കറിയില്ലായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചതേ ഇല്ലാന്നും പറഞ്ഞ് കയ്യൊക്കെ പിടിക്കാനായിട്ട് നോക്കും. ഇതാണെങ്കിലോ കാറിലേക്ക് കയറിയിരിക്കുന്ന മിങ്ങ് കാണുന്നുണ്ട്. അങ്ങനെ ഇവരെന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയാനായിട്ട് മിങ്ങും അങ്ങനെ കാറിൽ തന്നെ ഇരിക്കും. അതേ ടൈം ലിയാങ്ങിന്റെ ഫാദറും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ വൈഫിനെ ഞാൻ ഡിവോഴ്സ്
ചെയ്യണം, അതിന് വേണ്ടിയിട്ടല്ലേ നിന്നെ ചോദിക്കും. അങ്ങനെയൊന്നും അല്ല ബേബി, ബേബി എന്നെ തെറ്റിദ്ധരിക്കുവാണ്. ഞാൻ കോളേജ് കഴിഞ്ഞ് ആ ടൈം മുതൽ ബേബിനെ ലവ് ചെയ്യുകയല്ലേ, അത് നിങ്ങൾക്കും അറിയാലോ. എന്നിട്ട് പോലും നിങ്ങളുടെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം ഒരു തവണ പോലും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? ഹുവാന ഇതെല്ലാം കണ്ടതുകൊണ്ടല്ലേ. എന്തായാലും ഞാനിത് ഹാൻഡിൽ ചെയ്തോളാന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങനെ തന്നെ മുകളിലേക്ക് കയറി പോകും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരുപാട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഹുവാനേനെ അങ്ങോട്ടേക്ക് വിളിക്കും. നീ വന്നിരിക്കും, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഫുഡൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത്, വാ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാന്ന് പറയും. ഇല്ല മാഡം, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ് ഉള്ളത്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? ആ കാര്യം എന്താണെങ്കിലും പറഞ്ഞാ എനിക്ക് ഇവിടെ നിന്ന് പോകാമായിരുന്നു എന്നറിയും. ഞാൻ എന്തിനായിരിക്കും നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് നിനക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാം. നീ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്, അതെല്ലാം സത്യവുമാണ്. ഞാൻ അദ്ദേഹത്തെ ലവ് ചെയ്യുന്നുണ്ട്, അതും കോളേജ് കാലം കഴിഞ്ഞപ്പോ മുതൽ അദ്ദേഹത്തെ ലവ് ചെയ്യുവാണ്. അദ്ദേഹമാണെങ്കിലോ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാ, എന്നിട്ട് എന്നെ മാരേജ് ചെയ്യാന്നും പറഞ്ഞ് ഇത്രയും വർഷങ്ങൾ എന്നെ യൂസ് ചെയ്തു. ഇപ്പോഴും അതേ നാടകം തന്നെ എന്റെ മുമ്പിൽ കളിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയാണെങ്കിലോ വേറെ രീതിയിൽ ഹുവാനയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹുവാന അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാഡം കുറുക്ക് വഴിയിലൂടെ പണം സമ്പാദിക്കാനായിട്ട് നോക്കുവാണെന്ന്. പക്ഷെ ആ ഒരു പണം നേർവഴിയിലൂടെ പോയാലും സമ്പാദിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് കുറച്ച് ലേറ്റ് ആകും, എന്നാലും അതിന് സെൽഫ് റെസ്പെക്ട് വേണോന്ന് പറയും. അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞ് പുള്ളിക്കാരിയും ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ തന്നെ ഹുവാനയും, എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടാനായിട്ട് താല്പര്യമില്ല, പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പുറത്തും പറയില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു പോകും. അപ്പോഴും ലിയാങ്ങിന് ഫോൺ ചെയ്ത് ഈ കാര്യം പറയണം എന്നൊക്കെയുണ്ട്, എന്നാലും അവന് കോൾ ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല. ആ ടൈമിന് ഒരു പെൺകുട്ടി വന്ന് ഒരു കസ്റ്റമർ നിങ്ങൾക്കായിട്ട് തന്നിട്ട് പോയതാന്നും പറഞ്ഞ് ഒരു കാർഡ് കൊടുത്തിട്ട് പോകും. അപ്പോഴാണ് അത് ലിയാങ്ങിന്റെ ഫാദറിന്റെ കാർഡാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ കോള് ചെയ്യുമ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഹുവാനെ കൊണ്ടൊന്നും പറയിക്കാൻ സമ്മതിക്കാണ്ട്, എന്തായാലും നീ ആ കാർഡ് വെച്ചോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെലവ് ചെയ്തോന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ഹുവാന തിരിച്ചും മറിച്ചും കോള് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരനാണെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പുള്ളിക്കാരൻ നേരെ ലിയാങ്ങിന്റെ വീട്ടിലേക്ക് എത്തും. ലിയാങ്ങും ചേച്ചിയും അമ്മയും കൂടി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ ലിയാങ്ങിന്റെ അടുത്ത് വന്നിരുന്ന്, ഹുവാന നിന്നെ കോള് ചെയ്തായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കും അവൾക്കും ബ്രേക്കപ്പ് ആയ വിവരം ഡാഡിനും അറിയാവുന്നതല്ലേ, പിന്നെ അവൾ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് പുള്ളിക്കാരൻ ഇത്തിരി ദേഷ്യത്തോടു കൂടി ചോദിക്കും. എന്തായാലും അവളൊരു സാധാരണ പെൺകുട്ടിയാണല്ലോ, ചിലപ്പോ അവൾ നിന്നെ വിളിച്ചേക്കാം. എന്തായാലും ഇനി അവള് വിളിച്ച കോൾ എടുക്കണ്ട, നീ ആ നമ്പർ പോലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയും. ഇനി എങ്ങാനും ഹുവാന വിളിച്ച് ഇവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാലോ എന്നുള്ള പേടിയിൽ പുള്ളിക്കാരനൊരു മുൻകൈ എടുത്തതാണ്. അതേ ടൈം ഹുവാനക്കാണെങ്കിലോ ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുവാണ്. ഇതിലി അങ്ങനെ വിളിച്ച് പറയണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. ആ ടൈമിന് മിങ്ങകത്തേക്ക് കയറി വരും. ഹുവാന, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നിനക്കും കൂടി വേണ്ടി ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓക്കെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും. എനിക്ക് ശരിക്കും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളെപ്പോലുള്ള ഒരാള് എനിക്ക് ഫുഡ് വാങ്ങി തരുന്നു, എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടെന്ന് പറയും. ഞാൻ ഈ ഫുഡ് നിനക്ക് വാങ്ങി തരുന്നതിൽ വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. ലിയാങ്ങിന്റെ ഫാദറിന്റെ കാര്യം നിനക്കറിയാം എന്ന് എനിക്കറിയാം, അത് നീ ആരുടെ അടുത്തും തുറന്നു പറയാൻ പാടില്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം നേരത്തെ തന്നെ അറിയാമോ? എന്തായാലും ഞാൻ ഈ കാര്യം ആരുടെ അടുത്തും പറയില്ല, അതുമല്ലാണ്ട് എന്റെ ക്ലയൻസിന്റെ പേഴ്സണൽ മാറ്ററിലൊന്നും ഇടപെടാനായിട്ട് ഞാൻ നിൽക്കില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും പുറത്ത് പറയേണ്ട കാര്യവും എനിക്കില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് മിങ്ങും പറയും. അപ്പൊ തന്നെ ഹുവാന, അല്ല നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് ആയില്ലേ, അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നത് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എന്തായാലും നിങ്ങൾ ഇവിടെ താമസിക്കാനായിട്ട് പോവല്ലേ, അപ്പൊ എഗ്രിമെന്റ് പുതുക്കി കൂടെ എന്ന് ചോദിക്കും. എനിക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ നീ പുലിയാണെന്ന്, എന്തായാലും ഞാൻ പുതുക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അമ്മയുടെ അടുത്ത് നിന്നും ഹുവാനക്ക് കോള് വരും. വീട്ടില് പൈപ്പ് എല്ലാം പൊട്ടിപ്പോയി മോളെ, വീട് മൊത്തം വെള്ളമാണ്, പെട്ടെന്നൊന്ന് വരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓക്കെ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ വരാന്നും പറഞ്ഞ് ഹുവാനയും അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകും. ഇതേപോലെ തന്നെ ഷാവിനും കോള് വന്നിട്ടുണ്ട്. ഷാവു നേരെ അവന്റെ സീനിയറിന്റെ അടുത്ത് ചെന്ന് കാര്യം പറയും. അങ്ങനെ അയാളും ലീവ് കൊടുത്ത് നമ്മുടെ ഷാവിനെ പറഞ്ഞഴക്കും. അതേ ടൈം ഹുവാന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മയാണെങ്കിലോ വെള്ളത്തിന്റെ നടുവിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹുവാനയും അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് ഷാവും സിയും കൂടി അകത്തേക്ക് കയറി വരുന്നത്. ഷാവ് ഓൾറെഡി പ്ലംബറിനെ വിളിച്ചിട്ടുണ്ട്. ആ ടൈമിന് അവരും അങ്ങോട്ടേക്ക് എത്തും. അപ്പൊ തന്നെ ചെയ്യും, ആന്റി എന്തായാലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുക്കാന്ന് പറയും. അയ്യോ ഹോട്ടലിലോ, അപ്പൊ ഒരുപാട് ക്യാഷ് ആകും, ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചോണ്ടിരിക്കും. അമ്മ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ താമസിച്ചു കഴിഞ്ഞാല് അമ്മക്ക് വീണ്ടും അസുഖം വരില്ലേ, അപ്പൊ നമുക്ക് എക്സ്ട്രാ ചിലവല്ലേ വരുന്നത്, അതിനെല്ലാം നല്ലത് ഹോട്ടലിലേക്ക് പോകുന്നത്
പോകുന്നതാന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഹുവാന അമ്മേനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടീ പോലും പുള്ളിക്കാരി കുടിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഒരുപാട് ക്യാഷ് ആകുമെന്നും പറഞ്ഞിട്ട് പേടിച്ചരണ്ടിരിക്കുവാണ്. ആന്റി, ഇപ്പൊ കിട്ടുന്ന ടീ ഒക്കെ ഫ്രീ ആണെന്ന് സിയ എടുത്ത് പറയുമ്പോഴാണ് അമ്മക്കും കുറച്ചൊക്കെ വിശ്വാസമൊക്കെ വരുന്നത്. അതേ ടൈം ഹുവാനയുടെ അച്ഛനും കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എടി, നീ ആ ബാത്റൂം ഒന്ന് ചെന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയുള്ള ബാത്റൂം ആണെന്നോ, നീയും ചെന്ന് കുളിച്ചിട്ട് വാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനയുടെ അമ്മക്ക് ടെൻഷനാകും. എന്ത് പറയാനാണ്, ഞാൻ അതാണ് മോളെ നിന്റെ അടുത്ത് പറയുന്നത്, ക്യാഷ് ഒന്നും കയ്യിലില്ലാത്ത ഒരാളെ മാരേജ് ചെയ്യരുതെന്ന്. ഇപ്പൊ നീ എന്നെ തന്നെ എടുക്ക്, എന്റെ കയ്യിൽ ക്യാഷും ഇല്ല, ഒരു കഴിവും ഇല്ല. അപ്പൊ എന്നെ മാരേജ് ചെയ്ത നിന്റെ അച്ഛന്റെ കയ്യിൽ ക്യാഷോ കഴിവോ ഉണ്ടോ? ഇല്ല. കഴിവില്ലാത്ത ഒരാളെ മാരേജ് ചെയ്തു. ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്ന കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങളും അതേപോലെ കഷ്ടപ്പെടുന്നില്ലേ? എന്തായാലും നീ നല്ല ക്യാഷുള്ള പയ്യനെ മാത്രം മാരേജ് ചെയ്താൽ മതി മോളെ എന്ന് പറയും. ആ ഓക്കെ അമ്മ, ഞാൻ നോക്കാന്നും പറഞ്ഞിട്ട് ഹുവാന അമ്മേനെ അവിടെ കിടത്തിയിട്ട് സിയുമായിട്ട് പുറത്തേക്ക് വരും. എപ്പോഴും എന്റെ അമ്മ പറയും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. ഇപ്പതേ അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോ അങ്ങോട്ട് തന്നെ പോകണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചോണ്ടിരിക്കാണ്. എന്റെ അമ്മ അങ്ങനെയാണ്, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. എനിക്കറിയാലോടി നിന്റെ അമ്മേനെ, അതുകൊണ്ട് നീ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് സിയും പറയും. അങ്ങനെ ഹുവാനയും ഷാവും കൂടി നേരെ വീട്ടിലേക്ക് ചെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് തുടങ്ങും. ആ വെള്ളത്തിൽ വീണ് ഷാവിന്റെ ഒരു ലാപ്ടോപ്പ് ചീത്തായി പോയിട്ടുണ്ട്. എന്തായാലും നീ വിഷമിക്കണ്ടടാ, ചേച്ചി നിനക്ക് വാങ്ങി തരാന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഇപ്പൊ സാലറി ഉള്ള ഒരു ജോബ് എനിക്കില്ലേ, അപ്പൊ ഞാൻ തന്നെ വാങ്ങിക്കോളാന്ന് പറഞ്ഞ് പുള്ളിക്കാരനൊരു ഡ്രോ തുറക്കും. അതിനുള്ളിൽ ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ട്. അല്ല ചേച്ചി, ഈ ഡ്രോയിൽ മുഴുവനും ഒരുപാട് ടോയ്സ് ഉണ്ടല്ലോ, ഇത് എന്തിനാണ് ഇങ്ങനെ വാങ്ങി വെച്ചേക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഓ അതെല്ലാം നിനക്ക് വേണ്ടി അമ്മ വാങ്ങി വെച്ച ടോയ്സ് ആണ്. നീ കുഞ്ഞുനാൾ മുതലേ തന്നെ ഗ്രാൻഡ് പേയുടെ കൂടെയല്ലേ വളർന്നത്. അതുമല്ലാണ്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാ എനിക്കതൊന്നും വേണ്ടാന്നും പറയും. നിനക്ക് ഇങ്ങനെയുള്ള ടോയ്സ് ഒന്നും ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാണ് അമ്മ ഇതെല്ലാം കൂട്ടി വെച്ചത്. ഇതൊക്കെ ഞാൻ ഇതെടുത്ത് കളിക്കുമായിരുന്നു. അമ്മ എന്നാലും അത് സമ്മതിക്കാണ്ട് തിരിച്ചു വാങ്ങി വെക്കും. അമ്മ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ലടാ, പുറത്ത് ഇച്ചിരി ഹാർഷാണെങ്കിലും ഉള്ളിന്റെ ഉള്ളില് നല്ലൊരു സ്ത്രീയാണെന്ന് പറയും. അപ്പൊ തന്നെ ഷാവും, എനിക്കിപ്പോഴാണ് ചേച്ചി അമ്മനെ കുറിച്ച് മനസ്സിലായത്. എന്നോട് എപ്പോഴും ഇച്ചിരി ഹാർഷായിട്ടല്ലേ പെരുമാറുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അമ്മയുടെ അടുത്ത് ചോദിച്ച് അമ്മക്ക് ഇഷ്ടപ്പെടാണ്ട് എന്നെ വീണ്ടും ഗ്രാൻഡ് പേരേക്ക് അടുത്തേക്ക് വിട്ടാലോ എന്ന് പേടിച്ചാണ് ഞാനൊന്നും ചോദിക്കാണ്ടിരുന്നേന്ന് പറയും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹുവാനയുടെ പാരന്റ്സ് രാവിലെ തന്നെ വീട്ടിലേക്ക് വരും. അവിടെയാണെങ്കിലോ അടിയില് താമസിക്കുന്ന ഒരാൾ വന്നു നിന്ന്, നിങ്ങളുടെ വീട്ടില് പൈപ്പ് പൊട്ടിയത് കാരണം ഞങ്ങളുടെ വീട്ടിലും ഒരുപാട് വെള്ളമൊക്കെ കയറി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിന്റെ ചിലവും നിങ്ങൾ തന്നെ തരണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനയുടെ അമ്മ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇതൊക്കെ മെയിന്റനൻസ് ചെലവിൽ പോവില്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനാ ചിലവാക്കുന്നതെന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. അപ്പൊ തന്നെ ഹുവാന അമ്മനെ പറഞ്ഞയച്ച്, അങ്കിൾ എന്തായാലും ഇവിടെ വർക്കിനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്, ഇവിടത്തെ വർക്ക് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വിട്ടേക്കാം, എന്നിട്ട് അതിന്റെ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ആ ഒരു അങ്കിളിനെയും പറഞ്ഞഴക്കും. അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ചോണ്ടിരിക്കുമ്പോ വർക്കേഴ്സിൽ ഒരാൾ വരും. ഇവിടെയുള്ള പണി തീരാനായിട്ട് ഏകദേശം ഒരു മാസമെങ്കിലും എടുക്കുമെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മക്ക് വീണ്ടും ടെൻഷനാകും. അങ്ങനെ അവരുടെ അടുത്ത് ഒച്ച വെക്കാനായിട്ട് പോകുമ്പോ ഹുവാന സ്റ്റോപ്പ് ചെയ്യും. എന്തായാലും പഴയ വീടല്ലേ അമ്മ, അപ്പോ 2 മാസമൊക്കെ ടൈം എടുക്കും. അതുവരെ നമുക്ക് വേറൊരു വീട് റെന്റിനായിട്ട് എടുക്കാം, അതല്ലേ നല്ലതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ മോളെ ഈ പറയുന്നത്, റെന്റിന് എടുക്കാനോ? അപ്പൊ ഒരുപാട് ക്യാഷ് ആവില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ക്യാഷ് ഒക്കെ ആകും, എന്നാലും വേറൊരു ഓപ്ഷൻ നമ്മുടെ മുൻപിലില്ലല്ലോ. എനിക്കും ജോലിക്കൊക്കെ പോവേണ്ടതല്ലേ, എനിക്കിപ്പോ വർക്കിന് കയറാനായിട്ട് ടൈമായി. എന്തൊക്കെ വന്നാലും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് സംസാരിക്കാന്നും പറഞ്ഞ് ഹുവാന അങ്ങനെ വർക്കിനായിട്ട് ഇറങ്ങും. അങ്ങനെ ഹുവാന ഹോട്ടലിലേക്ക് കയറുമ്പോ മിങ് ഓടി വരും. എന്താ ഹുവാന പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. വീട്ടിൽ കുറച്ച് മെയിന്റനൻസ് വർക്ക് ഉണ്ട്, അതുകൊണ്ട് 2 മാസത്തേക്ക് പുറത്തെവിടെയെങ്കിലും താമസിക്കേണ്ടി വരുമോന്ന് പറയും. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് റെന്റ് കുറവുള്ള ഏതെങ്കിലും സ്ഥലം ഞാൻ ഏർപ്പാടാക്കി തരട്ടെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു 50% ഓഫിൽ റൂം ഞാൻ റെഡിയാക്കി തരട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, 50% ഓഫിൽ പോലും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല സാർ, എന്തായാലും എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞ് ഹുവാന വർക്കിനായിട്ട് കയറും. അങ്ങനെ മിങ്ങും നേരെ ഓഫീസിലേക്ക് ചെല്ലും. ആ ടൈമിന് ഹി അകത്തേക്ക് കയറി വന്ന്, എന്താണ് സാർ നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഞാനിത്തിരി ടെൻഷനിലാണ്, ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യണം, മെയിൻ്റനൻസ് വർക്കൊക്കെ അഫോർഡബിൾ ആയിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഹുവാനയുടെ വീട്ടിലേക്ക് ഹെൽപ്പിനായിട്ട് അഴക്കെന്ന് പറയും. അപ്പൊ തന്നെ ഹി അവിടെ ഇരുന്ന്, സാർ നിങ്ങൾ ഹുവാനേനെ വളർത്താനായിട്ടാണ് നോക്കുന്നതെങ്കിൽ ഈ വഴി കറക്റ്റ് ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ പുതിയൊരു വഴി ഞാൻ പറഞ്ഞു തരാന്ന് പറയും. ദേ നീ ആദ്യം മിണ്ടാണ്ടിരിക്ക്, എനിക്ക് ഹുവാനയുടെ മേത്ത് ലവ് ഒന്നുമില്ല, അവള് നല്ലൊരു എംപ്ലോയി ആണ്, അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതും അവളുടെ ഒരു ബോസിന്റെ സ്ഥാനത്ത് നിന്ന്, അല്ലാണ്ട് വേറൊന്നുമില്ല.
നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് ഹീന അവിടെ നിന്ന് പറഞ്ഞഴക്കും. അതേ ടൈം ഷാവിന്റെ ഓഫീസിൽ കാണിക്കാണ്. ഷാവിന്റെ സീനിയർ പെട്ടെന്ന് ഷാവിന്റെ അടുത്തേക്ക് വന്ന്, ഇന്നലെ നൈറ്റ് ഒരു ഫയല് റെഡിയാക്കി അഴക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിപ്പോ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ സാർ, ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ലീവ് എടുത്ത് പോയതല്ലേ സാർ, അതിന് ഓക്കെയും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ആ ഫയല് റെഡിയാക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. ആരെങ്കിലും ഇവന് ഞാൻ ലീവ് കൊടുക്കുന്നത് കണ്ടായിരുന്നോ? ഇല്ലല്ലോ, നീ റെക്കമെൻഡേഷനിൽ വന്നതല്ലേ, എന്നിട്ട് അതിന്റെ അഹങ്കാരമാണോ ഇവിടെ കാണിക്കുന്നതെന്നും ചോദിച്ച് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോകും. ഇതെല്ലാം കേട്ട് അവിടെയുള്ള എംപ്ലോയീസ് എല്ലാം ഷാവിനെ പറ്റി എന്തൊക്കെയോ ഇങ്ങനെ പെറുപെറുക്കാനായിട്ട് തുടങ്ങും. ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട് ഷാവു നേരെ സീനിയറിന്റെ അടുത്തേക്ക് വരും. പ്ലീസ് സാർ, എന്നെ ഈ സെക്ഷനിൽ നിന്നൊന്ന് മാറ്റി തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത്, ഇവിടെ നിന്ന് മാറ്റാനോ? അതൊന്നും സാധിക്കില്ല. നീ റെക്കമെൻഡേഷനിൽ വന്നതാണെന്ന് വെച്ച് നീ പറയുന്നതൊന്നും കേൾക്കാനും ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയും. ആ ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞാൻ ഇത്രയും ദിവസം വർക്ക് ചെയ്ത ആ സാലറി എങ്കിലും എനിക്ക് തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് സാലറിയോ? പകുതി ദിവസം ജോലി ചെയ്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാനായിട്ട് ശ്രമിക്കുവാണല്ലേ, നിനക്ക് നാണം ഉണ്ടോന്നും ചോദിച്ച് വീണ്ടും അയാള് ഷാവിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഷാവിനും ദേഷ്യം കയറി ID കാർഡൊക്കെ വലിച്ചെറിഞ്ഞ് എനിക്ക് നിങ്ങളുടെ ജോബും വേണ്ട ക്യാഷും വേണ്ട എന്നും പറഞ്ഞ് അവന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും. ആ ടൈമിന് ഇവനെ റെക്കമെൻഡ് ചെയ്ത ഒരു സീനിയർ ഉണ്ടല്ലോ, അയാൾ വന്ന് സോറിടാ, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞു പോകും. അങ്ങനെ ഷാവും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നടന്നു വരുമ്പോ കയ്യിൽ നിന്ന് ആ പെട്ടി നിലത്തേക്ക് വീഴും. ഇതും കൂടി എന്നെ ടോർച്ചർ ചെയ്യുവാണല്ലോ എന്നും പറഞ്ഞ് എല്ലാ സാധനങ്ങളും ആ പെട്ടിയിലേക്ക് എടുത്തിടുമ്പോ പെട്ടെന്നൊരു മെസ്സേജ് വരും. അതെന്താണെന്ന് ഷാവും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. എന്ത് മെസ്സേജ് ആയിരിക്കും ഷാവിന് വന്നിരിക്കുന്നത്? എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.